ദിവസത്തെ നവംബർ മാസത്തിൽ ഒരു 3 ദിവസത്തെ കറണ്ട് അഫയേഴ്സ് ഒരുമിച്ച് ഉൾപ്പെടുത്തിയിട്ടുണ്ടാണ്. അവ 2 ദിവസം പോസ്റ്റ് ചെയ്യാൻ വിട്ടുപോയി. അതുകൊണ്ടാണ് 3 ദിവസത്തെയും കൂടെ ഒരുമിച്ച് പോസ്റ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് നോക്കാം. ഭിന്നശേഷി വകുപ്പിൻ്റെ ബാലസാഹിത്യ പുരസ്കാരം ആർ അനിൽകുമാർ. ഭിന്നശേഷി വകുപ്പിൻ്റെ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർ അനിൽകുമാർ. ശിശുദിന സ്റ്റാമ്പ് കോഴിക്കോട് നിന്നുള്ള വൈഗ എന്ന 9ാം സ്റ്റാൻഡേർഡ് കുട്ടി വരച്ച ചിത്രമാണ്. ശിശുദിനത്തിൽ ഈ വർഷം സെലക്ട് ചെയ്ത സ്റ്റാമ്പെന്ന് പറയുന്നത് കോഴിക്കോട് നിന്നുള്ള വൈഗ എന്ന 9ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി വരച്ച ചിത്രമാണ്. ചിത്രം എന്ന് പറയുന്നത് കഴുകനിൽ നിന്ന് കുഞ്ഞുങ്ങളെ രക്ഷിക്കുന്ന തള്ളക്കോഴി അച്ചൻകോഴിയുടെ ചിത്രമാണ്. എറണാകുളം ബാംഗ്ലൂർ വന്ദേ ഭാരത് ഫ്ലാഗ് ഓഫ് ചെയ്തു. 2025 നവംബറിൽ പുതുതായിട്ട് ഫ്ലാഗ് ഓഫ് ചെയ്തത് എവിടെ തൊട്ട് എവിടെ വരെയുള്ളതാണ്? എറണാകുളം തൊട്ട് ബാംഗ്ലൂർ വരെയുള്ള വന്ദേ ഭാരത്. 2025 അന്തരിച്ച DNA ഘടന കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഡി ബാഴ്സൺ. 2025 അന്തരിച്ച DNA ഘടന കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഡി ബാഴ്സൺ ആണ്. കൊൽക്കത്ത പോലീസിൽ DSP ആയി നിയമിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഋച്ച ഘോഷ്. കൊൽക്കത്ത പോലീസിൽ DSP ആയിട്ട് നിയമിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരമാരാണ്? ഋച്ച ഘോഷാണ്. ഇന്ത്യയുടെ 99ാമത് ഗ്രാൻഡ് മാസ്റ്റർ ചെസ്സിലെ 91ാമത് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? VS രാഹുലാണ്. ഏഷ്യൻ ചെസ് ചാമ്പ്യനിലാണ് 91 ഗ്രാൻഡ് മാസ്റ്ററായിട്ട് പ്രഖ്യാപിച്ചത്. ഇന്ത്യയുടെ ഏഷ്യൻ ചെസ് ചാമ്പ്യനിൽ 91ാമത് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? VS രാഹുൽ. ISSF ലോകകപ്പ് ഷൂട്ടിംഗ് ഇന്ത്യൻ താരം രവീന്ദ്രൻ സിംഗിന് ഗോൾഡ്. ISSF ലോകകപ്പ് ഷൂട്ടിങ്ങിൽ ഇന്ത്യൻ താരമായ രവീന്ദ്രൻ സിംഗിന് ഗോൾഡ് മെഡൽ ലഭിച്ചു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഇന്ത്യൻ പൗരത്വം നിർബന്ധമാക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 326. അത് ഇപ്പോൾ ഇലക്ഷനുമായിട്ട് സംബന്ധിച്ചതാണ്. അതുകൊണ്ടാണ് ഈ 2 ആർട്ടിക്കിൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഇന്ത്യൻ പൗരത്വം നിർബന്ധമാക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 326. പട്ടിക ശുദ്ധീകരിക്കാനും ആവശ്യമെങ്കിൽ പുതിയ പട്ടിക തയ്യാറാക്കാനും 1950 ജനപ്രാതിനിധ്യ നിയമത്തിലെ ഏത് സെക്ഷനാണ് കമ്മീഷന് അധികാരം നൽകുന്നത്? സെക്ഷൻ 21. പട്ടിക ശുദ്ധീകരിക്കാനും ആവശ്യമെങ്കിൽ പുതിയ പട്ടിക തയ്യാറാക്കാനും 1950 ജനപ്രാതിനിധ്യ നിയമത്തിലെ ഏത് സെക്ഷനാണ് കമ്മീഷന് അധികാരം നൽകുന്നത്? ആർട്ടിക്കിൾ 21. ന്യൂഡൽഹിയിലെ ഇന്ദ്രപ്രസ്ഥം ചെങ്കോട്ടയിൽ കാറിൽ സ്ഫോടനമുണ്ടായത് 10/11/2025. നവംബർ 10, 2025 ന്യൂഡൽഹിയിലെ ഇന്ദ്രപ്രസ്ഥം ചെങ്കോട്ടയിൽ കാറിൽ ഉഗ്രമായ സ്ഫോടനം നടന്നത്. ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി ആരാണ്? യോഗി ആദിത്യനാഥ്. ഏത് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് വന്ദേ മാതരം ആലപിക്കുന്നത് നിർബന്ധമാക്കിയത്? ഉത്തർപ്രദേശിലെ. ഏത് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് വന്ദേ മാതരം ആലപിക്കുന്നത് നിർബന്ധമാക്കിയത്? ഉത്തർപ്രദേശിലെ. വന്ദേ ഭാരത് ട്രെയിനിൽ ഏത് ഗീതം ആലപിച്ചതിൻ്റെ പേരിലാണ് എറണാകുളം എളമക്കര സരസ്വതി നികേതൻ സ്കൂളും വിദ്യാർത്ഥികളും വിവാദമായത്? പവിത്രമതാ മീ മണ്ണിൽ എന്ന് തുടങ്ങുന്ന ഗണഗീതം. ദേശീയ സബ് ജൂനിയർ ചെസ് ചാമ്പ്യൻസ് ആയ മലയാളി ഗീതം കൃഷ്ണ. ദേശീയ സബ് ജൂനിയർ ചെസ് ചാമ്പ്യനായ മലയാളി ആരാണ്? ഗീതം കൃഷ്ണയാണ്. സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയിൽ ഈ വർഷം ഏർപ്പെടുത്തിയ പുതിയ മത്സര ഇനം ചരിത്ര സെമിനാർ മത്സര ഇനം. സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയിൽ ഈ വർഷം ഏർപ്പെടുത്തിയ മത്സര ഇനമാണ് ചരിത്ര സെമിനാർ മത്സര ഇനം. കർഷകരെ സഹായിക്കാൻ സംസ്ഥാന സർക്കാരിൻ്റെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ പദ്ധതിയാണ് അഗ്രി നെക്സ്റ്റ്. കർഷകരെ സഹായിക്കാൻ സംസ്ഥാന സർക്കാരിൻ്റെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ പദ്ധതി ഏതാണ്? അഗ്രി നെക്സ്റ്റ് ആണ്. ഭൗമസൂചിക പദവി ലഭിച്ച ഓണാട്ടുകര ഉൽപ്പന്നമാണ് എള്ള്. ഭൗമസൂചിക പദവി ലഭിച്ച ഓണാട്ടുകര ഉൽപ്പന്നം എള്ള്. എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച KGSൻ്റെ കവിത അരുവി ആറുവരിപ്പാത. ആറുവരിപ്പാത എന്നാണ്. ആറുവരിപ്പാത. ഓക്കെ. എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച KGSൻ്റെ കവിത ഏതാണ്? ആറുവരിപ്പാത. സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയിൽ ചാമ്പ്യനായത് മലപ്പുറമാണ്. സംസ്ഥാന സ്കൂൾ 2025 സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയിൽ ചാമ്പ്യനായതാരാണ്? മലപ്പുറമാണ്. സെക്കൻഡ് പാലക്കാടും തേർഡ് കണ്ണൂരും. അപ്പോൾ ഇത്രയാണ്
പ്രധാനപ്പെട്ട 3 ദിവസങ്ങളിലെ നവംബർ 9, 10, 11 ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനലുകൾ വാച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഏകദേശം ഒരു സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ തൊട്ടുള്ള 2020 സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ തൊട്ടുള്ള എല്ലാ കറണ്ട് അഫയേഴ്സും ഡെയിലിയുള്ള കറണ്ട് അഫയേഴ്സ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ.